അതെ, ഞാൻ ഇന്നൊരു വെജ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണമെന്നില്ല. ഒരു സാലഡ് അച്ചാർ മാത്രം മതി ഇത് കഴിക്കാൻ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ നമുക്കിത് കൊടുത്തു വിടാൻ പറ്റും. അപ്പം നമുക്ക് റൈസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ? അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി കഴിയുമ്പം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം പട്ട, പെരുംജീരകം, ബേ ലീഫ്, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. സവോള ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും 2 പീസ് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് കുറച്ച് വാടിയതിന് ശേഷം അതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് കൈമ റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് വീണ്ടും 1 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ് വിളമ്പിയിരിക്കുന്നത്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.